ഹായ്, നമ്മളിന്ന് റിബൺ വെച്ചിട്ട് ഒരു ഹെഡ് ബാൻഡ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ രണ്ട് കളറിലെ റിബൺ എടുത്തിട്ടുണ്ട്, വൈറ്റും ഗ്രീനും. അങ്ങനെ രണ്ട് കളറിലെടുത്തിട്ടുണ്ട്. ഈ ഓരോ റിബണും 80 സെൻറ്റിമീറ്റർ നീളത്തിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ഒരു റിബണിനെ രണ്ടായിട്ട് മടക്കാം. അങ്ങനെ ഈ റിബണിനെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഈ മടക്കിയ ഭാഗം ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. അതൊന്ന് മടങ്ങി നല്ലോണം ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത റിബണും അതുപോലെ തന്നെ, ഗ്രീൻ റിബണും നമുക്കിതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കാം. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുമൊന്ന് ചൂടാക്കി കൊടുക്കാം. കണ്ടില്ലേ, മടങ്ങിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാം, ഈ റിബൺ ഒരു റിബണിൻ്റെ നടുക്ക് വരുന്ന രീതി, ഇപ്പോൾ രണ്ട് റിബണിൻ്റെ നടുക്കിൽ ഈ രണ്ട് റിബണും വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് പച്ചോലയൊക്കെ വെച്ചുണ്ടാക്കിയില്ലേ, അതുപോലെ ഇങ്ങനെ മടക്കാം കേട്ടോ. ഇങ്ങനെ ഉള്ളിലേക്കാക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതാദ്യം ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അത് തെന്നി മാറി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് സൈഡിലും നമുക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ മടക്കി കൊടുക്കാം. ഇതിനെ ഈ ഒരു സൈഡിലോട്ട് മടക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈറ്റ് താഴെയാണ് നിൽക്കുന്നത്, താഴെയുള്ള വൈറ്റിനെ മുകളിലേക്കാക്കി മടക്കി കൊടുക്കുക. ഇനി ഗ്രീനിനെ മടക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ മടക്കി മടക്കി ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ആവുമ്പോൾ നമുക്ക് ഇതും എന്ത് ചെയ്യാം, ഗ്ലൂ വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് നല്ലോണം അമർത്തി കൊടുക്കുക. അങ്ങനെ കണ്ടില്ലേ, ഇപ്പം നല്ല ഭംഗിയുള്ള റിബൺ കണ്ടോ. ഇപ്പം നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഈ ഹെഡ് ബാൻഡിൽ ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് എടുക്കുക, ഒരു സൈഡ് എടുത്തിട്ട് അതിനെ അങ്ങ് ഒട്ടിക്കുക. അങ്ങനെ നമ്മൾ ഈ റിബൺ, അങ്ങനെ നമുക്ക് ഈ റിബൺ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം രണ്ടറ്റമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, അതിന് ശേഷമാണ് നടുക്കൊക്കെ ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കണം. നമുക്കതുപോലെ നോക്കിയിട്ട് ഇനി ഈ ഒരു സൈഡ് കൂടി നമുക്ക് പശ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഗ്ലൂ തേച്ച് കൊടുക്കുക. ഈ ഒരു സൈഡ് നമുക്ക് ഒട്ടിക്കാം. അങ്ങനെ ഈ രണ്ട് സൈഡും ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നടുഭാഗം ഇങ്ങനെ പോരല്ലേ, അപ്പോൾ അതും നമുക്ക് ഗ്ലൂ വെച്ച് ഒന്ന് അങ്ങനെ ഇവിടെയൊക്കെ ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ ഹെഡ് ബാൻഡിൻ്റെ ഈ രണ്ടറ്റത്തും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതൊരു വൈറ്റോ ഗ്രീനോ അങ്ങനെ ഏതെങ്കിലും ഒരു റിബൺ വെച്ചിട്ട് നമുക്ക് ഒരു 2-3 തവണ ചുറ്റി നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്രീൻ ആട്ടോ. ഗ്രീൻ കളറിലെ റിബൺ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒരു 3-4 തവണ ചുറ്റി നല്ല പോലെ ചുറ്റി ഒട്ടിക്കാം. അപ്പോൾ നല്ല നീറ്റായിട്ട്
ഇരിക്കും. അങ്ങനെ ദേ നമ്മൾ 2 സൈഡും ഒട്ടിക്കുകയാണ് കേട്ടോ. ഒരു സൈഡ് ഒട്ടിച്ചു, രണ്ടാമത്തെ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ നമ്മുടെ 2 സൈഡും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെയായിട്ട് ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് കളറിലെ ബീഡ്സ് ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് എല്ലാത്തിൻ്റെ ഇടയിൽ വയ്ക്കാം. അതിന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മൾ ഓരോ ബീഡ്സായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ബീഡ്സിൻ്റെ ആ ഹോള് വരുന്ന ഭാഗം നമുക്കൊന്ന് താഴേക്കോ സൈഡിലോട്ടോ ആക്കി കൊടുക്കാം കേട്ടോ. കാണാത്ത രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ നേരെ ആക്കി കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലും നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? എല്ലാത്തിലും നമ്മൾ ബീഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.